ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 6 വീക്ക് ഒഫീഷ്യലിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള റൺ ഓഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള 13 മത്സരാർത്ഥികളാണുള്ളത്. അതുകൊണ്ട് തന്നെ 2 മത്സരാർത്ഥികളാകും ഇത്തവണ പുറത്തു പോകുന്നത്. അതേതായാലും നിർണ്ണയിക്കാനുള്ള അവകാശം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവ് ആകത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാനുണ്ട്. നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതായാലും 3 മണി വരെ വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ്. തുടർന്ന് 17,328 എന്ന കൂറ്റൻ വോട്ട് നേടി മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയി. ഇപ്പോൾ ഒന്നാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് അനുമോൾ. രണ്ടാം പൊസിഷനിൽ അനീഷ് തന്നെയാണ്. തുടർന്ന് അനീഷിന് കാര്യമായ വോട്ടിംഗ് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 14,980 വോട്ട് നേടി അനുമോളിൻ്റെ തൊട്ട് പിന്നിലായി രണ്ടാം പൊസിഷനാണുള്ളത്. മൂന്നാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെയാണ്. തുടർന്ന് നേരത്തെ അട്ടിമറി മുന്നേറ്റം നടത്തി മൂന്നാം പൊസിഷനിൽ വന്നതിന് ശേഷം നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി 14,125 എന്ന കൂറ്റൻ വോട്ടിലേക്ക് പോയിക്കൊണ്ട് മൂന്നാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. നാലാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദിലയ്ക്ക് ഇപ്പോൾ വളരെ രീതിയിലുള്ളൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. നേരത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടത്തിക്കൊണ്ടിരുന്ന അക്ബർ ഖാനുമായി. എന്നാൽ ഇപ്പോൾ 13,788 വോട്ട് നേടി നാലാം പൊസിഷനാണുള്ളത്. അഞ്ചാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് മിന്നി സെബാസ്റ്റ്യൻ കയറി വന്നിരിക്കുകയാണ്. ആര്യൻ ഖത്തറിയെ അട്ടിമറിച്ചുകൊണ്ടാണ് അഞ്ചാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 10,987 എന്ന കൂറ്റം വോട്ടിൻ്റെ ബലത്തിൽ അഞ്ചാം പൊസിഷൻ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ആറാം പൊസിഷനിൽ ആര്യൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നല്ല രീതിയിലുള്ള വോട്ടിംഗ് കുറവ് ആര്യൻ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 10,455 വോട്ട് നേടി ആറാം പൊസിഷനിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏഴാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് വേദലക്ഷ്മി കയറി വന്നിരിക്കുകയാണ്. റന ഫാത്തിമയാണ് അട്ടിമറിച്ചുകൊണ്ടാണ് വേദലക്ഷ്മി ഏഴാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 9,655 എന്ന കൂറ്റം വോട്ട് നേടി ഏഴാം പൊസിഷനിലാണ് തുടരുന്നത്. എട്ടാം പൊസിഷനിൽ റന ഫാത്തിമ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് റന ഫാത്തിമ ഏഴാം പൊസിഷനിൽ വന്നതിന് ശേഷം പിന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ 9,590 വോട്ടോടുകൂടി എട്ടാം പൊസിഷനിലാണുള്ളത്. ഒമ്പതാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിൻ ഇപ്പോൾ വോട്ടിങ്ങിൽ ചെറിയ രീതിയിലുള്ളൊരു മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. 9,400 വോട്ട് നേടി റന ഫാത്തിമയായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് നെവിൻ. പത്താം പൊസിഷനിൽ മസ്താനി തന്നെയാണ് തുടർന്നത്. നേരത്തെ അട്ടിമറി മുന്നേറ്റം നടത്തി 10ാം പൊസിഷനിൽ കയറി വന്നതിന് ശേഷം നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്തി ഇപ്പോൾ 9,010 വോട്ടിൻ്റെ ബലത്തിൽ 10ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ മസ്താനിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 11ാം പൊസിഷനിൽ അഭിലാഷ് തന്നെയാണ് തുടരുന്നത്. അഭിലാഷിന് ഇപ്പോൾ നല്ല രീതിയിലുള്ള വോട്ടിംഗ് കുറവാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഡേഞ്ചർ സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 8,890 വോട്ടിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ 11ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. 12ാം പൊസിഷനിൽ പ്രവീൺ തന്നെയാണ് തുടരുന്നത്. പ്രവീണിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പ്രവീൺ ഇപ്പോൾ അഭിലാഷുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 12ാം പൊസിഷനിലുള്ള പ്രവീണിന് 8,800 വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. 13ാം പൊസിഷനിൽ സാബുമാനാണ്. ഡേഞ്ചർ സോണിലാണ്. ഇപ്പോൾ ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥി കൂടിയാണ്. ഇനി ഒരു ദിവസം മാത്രമേ വോട്ടിംഗ് അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ 8,324 വോട്ട് നേടി 13ാം പൊസിഷനിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു.